എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതോടുകൂടി തീർന്നു. ഇനി അതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കണില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ അറിയണമെന്നുണ്ടായിരുന്നു, അത് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെ അമ്പാടിയിലാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അത് പിന്നെ അവസാനം ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 കൊല്ലം മുന്നേ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. പഴയ കാലത്തിലേക്ക് തന്നെ പിന്നെയും പോണേ. അന്ന് കുട്ടിപ്രായത്തിൽ നിന്ന് അങ്ങനെ പുള്ളിയിൽ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് തോന്നുന്നു രാജനാനിക്കാണ് പോയെന്ന് തോന്നുന്നത്. രാജനാനിക്ക് സുനിച്ചേട്ടൻ്റെ കൂടെ. അതെ, പാടാനപ്പള്ളി സുനിച്ചേട്ടനായിട്ട് ഇങ്ങനെ ഞങ്ങൾ കണ്ടു പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, സുനിച്ചേട്ടൻ ആ കൊല്ലം മറ്റേ നെന്മാറ വല്ലങ്ങി പരിപാടിക്ക് പോയിട്ട് നമ്മുടെ കല്ലേറ്റിങ്ങര സുധിയേട്ടനായി അവിടെ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് സുധിയേട്ടൻ കെട്ടിയതിന് ശേഷം നെന്മാറ വല്ലങ്ങി പരിപാടി കഴിഞ്ഞ് പകൽ പരിപാടി എടുത്തിട്ട് വൈകിട്ട് അവിടെ ആനേനെ കൊണ്ടുവന്നു. അങ്ങനെ സുധിച്ചേട്ടൻ കെട്ടിപ്പോയതിന് ശേഷം പിന്നെ അയക്കുന്ന സുനിച്ചേട്ടനാണ്. ബാക്കിയുള്ള പരിപാടികളെല്ലാം സുനിച്ചേട്ടൻ നടത്താൻ. അങ്ങനെ സുനിച്ചേട്ടൻ പിന്നെ നീരി കെട്ടിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോണത്. ഞങ്ങളവിടെ ചെന്നു. എന്നോട് പറഞ്ഞു അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ബസ്സിനാണ് പോകുന്നത് പോയത് കോട്ടയത്തേക്ക്. ഞാൻ തൃശ്ശൂർ വന്നു. തൃശ്ശൂരും സുനിച്ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ രണ്ടാളും കൂടി ഞങ്ങൾ പോയി കോട്ടയത്തേക്ക്. കോട്ടയത്ത് നിന്നിറങ്ങി അവരുടെ വീട്ടിൽ ചെന്ന് പാമ്പാടി രാജൻ, വലിയ ആന. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയോടെ നോക്കിയിട്ടുള്ള ആനകളൊക്കെ അല്ലേ രാജനാനയൊക്കെ. നിൽക്കാൻ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അത്ര പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇതല്ല. അങ്ങനെ എല്ലാവർക്കും ഒന്നും ആന കയറാൻ പറ്റിയിട്ടൊന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ആന കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പം ഞാനും നല്ല ചെറുപ്പ സമയമാണ് സുനിച്ചേട്ടൻ്റെ കൂടെ. അന്ന് ആന ഇപ്പം കിട്ടുന്ന സ്ഥലത്തല്ല ആന നിൽക്കുന്നത്. അന്ന് അവരെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മുകളിലോട്ട് കയറിയിട്ട് ഇടത്തോട്ടൊരു വഴിയുണ്ട്. അതിലങ്ങനെ നേരെ കുറേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു കോളേജിൻ്റെ അതാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു അടുത്ത സൈഡിൽ ഒരു റബ്ബർ പറമ്പുണ്ട്. ആ പറമ്പിലാണ് അന്ന് ആന നിൽക്കണം. അന്ന് ഷെഡോ കാര്യങ്ങളോ മറ്റുള്ള പരിപാടികളൊന്നും ഇല്ല. അന്ന് അങ്ങനെ ഒന്നുള്ള നിർബന്ധങ്ങളായിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് അധികം അങ്ങനെ കുറച്ച് ഇത് മാത്രമേ അറിയുള്ളൂ. സാജൻ ചേട്ടനൊക്കെ ഒറ്റ ചട്ടപ്പോലെ കയറിയായിരുന്നു ആന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ സുധിച്ചേട്ടൻ അങ്ങനെ തന്നെ കൊണ്ടുനടന്നേ. പിന്നെ സുഖുച്ചേട്ടൻ, പിന്നെ മറ്റേ ചന്തുച്ചേട്ടൻ, ഇവരൊക്കെ അങ്ങനെ ഒറ്റച്ചട്ടം പോലെയാണ് ആനയെ കൊണ്ടുനടന്നത്. രണ്ടാമന് വരെ കാര്യങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ കൈകാര്യം ചെയ്യണത് അങ്ങനെ രണ്ടാമനായിട്ട് ആരും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവ് ആണ് കേട്ടോ ഞാൻ പറയണേ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലേ അതിൽ. അങ്ങനെ സുനിച്ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ചെന്ന് അവിടെ സുനിച്ചേട്ടൻ തോട്ടിയും പടിയൊക്കെ വാങ്ങി വീണ്ടും ആന നീരിന്ന് അഴിക്കുവാണ്. നീരി കെട്ടിയിട്ട് നീരിന്ന് അഴിക്കുക. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ആന അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ചെല്ലുമ്പോൾ രാജ ഇന്നിങ്ങനെ കാണിച്ച് നിൽക്കുന്നുണ്ട് അവിടെ. അതിനൊരു പ്രത്യേക രീതികളൊക്കെ അല്ലേ. നാടൻ ആനയല്ലേ, കേരളത്തിൽ ജനിച്ചിട്ടുണ്ടായ ആനയല്ല, ഗുണമില്ലാണ്ടിരിക്കുന്നില്ല. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയാം. ആ മരത്തിൻ്റെ അവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ വന്ന് കൈ കൊണ്ട് പിടിക്കുക. ആൾ ഇരിക്കും സാധനത്തിൻ്റെ പിന്നിൽ പോയിട്ട് കൈ കൊണ്ട് ചൊറിയും. അത്രയും കൈ നീളമുള്ള ആനയല്ലേ. കൈ ഇങ്ങനെ മടക്കി പിടിക്കാനും ആട്ടത്തക്കടെ വന്ന ആളുടെ മെയിൻ ഹോബികളാണ് ഇങ്ങനെ വാരി പിടിക്കലൊക്കെ. കുറേ ആൾക്കാർക്ക് അറിയില്ല രാജൻ്റെ ശരിക്കുള്ള സ്വഭാവം. എല്ലാവർക്കും അപ്പൂസ് രാജ അങ്ങനെ ചിരിച്ചു ഒരു പറമ്പിലേക്ക് തലക്കുണിക്ക് വന്നത് മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. രാജൻ്റെ കൂടെ പണിയെടുത്താൽ അറിയാം രാജൻ്റെ കുറേ കാര്യങ്ങൾ. അങ്ങനെ സുനിച്ചേട്ടൻ ആനയെ പിന്നെ അഴിക്കേണ്ട ആവശ്യമില്ല. വറ്റൽ പോയി കഴിഞ്ഞപ്പോൾ ആന സുനിച്ചേട്ടൻ അറിഞ്ഞു. കാരണം ചട്ടമുള്ള ആനയല്ലേ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആന ഇരുത്തി 2 ദിവസം തറിയിൽ കഴുകി. അത് കഴിഞ്ഞ് അഴിച്ച് നേരെ താഴത്ത് ഷാപ്പിൻ്റെ അവിടെ ഇപ്പോൾ ആന നിൽക്കണത് അറിയില്ലേക്ക് വന്നു. അന്ന് അവിടെ ഷെഡൊന്നുമില്ല. അവിടെ ഷാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അവിടെ കൊണ്ട് കെട്ടിയിട്ട് പിന്നെ സുനിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ബിനു കുറച്ച് കയറി കൈകാര്യം ചെയ്തോട്ടോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം അങ്ങനെ ഞാൻ അങ്ങനെ പൊടി തട്ടാനൊക്കെ. അപ്പം നിഖിൽ എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട്. ഇപ്പം നമ്മുടെ പഴയ വിഷ്ണു ആന, കാരണം കൊളക്കാടൻ്റെ വിഷ്ണു ആന ആയിട്ടുണ്ടായിരുന്ന ആന. ഇപ്പം അതിനെന്താ തിരൂർ ഭാഗത്ത് എവിടെയും കണ്ടാണ്. എനിക്ക് കറക്റ്റായിട്ട് അത് ഞാൻ മറന്നുപോയി. അത് നിഖിൽ ആ പയ്യനാണ്. അവനുണ്ട് അന്ന് കൂടെ. അവൻ്റെ വീട് കുരിയച്ചറിയാ. അവന് അന്ന് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പൊടിക്കിരുത്താൻ വേണ്ടിയിട്ട് ആനയെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കയറി കൈകാര്യം ചെയ്യാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ വലത്തെ സൈഡിലൂടെ കയറി ചെന്നപ്പോൾ ആള് അതിനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വരാൻ വന്നു. അപ്പോൾ സുനിച്ചേട്ടാ അവിടെ നിന്ന് ഒരു 2 അടി കൊണ്ട് കൊടുത്തു. സുനിച്ചേട്ടാ അവിടെ നിന്ന് 2 അടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 അടി ഞാനും കൊടുത്തു. അപ്പോൾ പിന്നെ ഞാൻ മുകളിൽ ഫുള്ള് കൈകാര്യം ചെയ്തിരുന്നത്. മുകളിൽ പന വലിക്കാനും
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 1-2 സമയത്തൊക്കെ 2-3 കഷ്ണന്മാരൊക്കെ വലിക്കാനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ആനയെ കൊണ്ട്. അന്ന് അങ്ങനെ പണിയൊക്കെ ചെയ്യല, എവിടെ എവിടെയെങ്കിലും കൊണ്ട് പണിയാറുന്ന കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ കാലത്ത് എൻ്റെ അപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ആനേനെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഴിക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരു കാശ് കൊടുക്കും. അത് കഴിഞ്ഞാൽ പണിയാണെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് പണിയുണ്ടെന്ന് പറയും. പണിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ വെച്ച് കൊണ്ടു നിർത്തി നമ്മുടെ സംരക്ഷണയിലാണ് ആന നിൽക്കുന്നത്. ആന അന്നുള്ള തീറ്റ വെട്ടി അവിടെ നമ്മുടെ വീട് എവിടെയാണ് അവിടെ കൊണ്ടു നിർത്തും. പിന്നെ പണിയുന്ന കാശിൻ്റെ എന്തെങ്കിലും നമ്മൾ അവിടെ ഉടമസ്ഥന് കൊണ്ടു കൊടുക്കണം. അല്ലാണ്ട് ഇന്ന കാശ് കൊടുക്കണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ശമ്പളം, ചെലവ് കാശ്, കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും അല്ല. ആനയെ നമുക്ക് വിട്ടു തരിക. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പണിയാം. പണിത പണിക്കാശ് നമുക്ക് കിട്ടും. അന്നൊക്കെ 1000 രൂപ താഴെയൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട് പണിക്കാശൊക്കെ പക്ഷെ അന്ന് അത് മതി. അന്ന് അങ്ങനെ ആന കയറിയ ഒരുപാട് ആനക്കാർ രക്ഷപ്പെട്ട് പോയിട്ട് ഇഷ്ടം പോലെ പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടും അന്നത്തെ കാലത്ത് പണിയെടുത്താറുന്ന ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ടുള്ള ആനക്കാരായിരുന്നു പണ്ട് കാലത്ത്. അവരുടെ കയ്യിൽ ആനയാണ്. വേനൽക്കാലം ആകുമ്പോൾ മുതലാളിമാർക്ക് പൂരെടുത്ത് കൊടുക്കും. വർഷകാലം ആയി കഴിഞ്ഞാൽ ആനക്കാരൻ്റെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും കൊണ്ട് പണിയാം. ആ പണിത 10 പൈസ അവർക്ക് കൊടുക്കുകയും വേണ്ട. നമ്മുടെ ഇഷ്ടത്തിനാണ് ആന നിൽക്കുന്നത്. അതല്ലേ നമ്മുടെയൊക്കെ ആനക്കാരുടെയൊക്കെ നമ്മുടെയൊക്കെ, അതായത് ഇപ്പോഴത്തെ എൻ്റെ ഒക്കെ പ്രായമുള്ള ആൾക്കാരുകൾക്ക് അറിയാൻ പറ്റും. ചെറുപ്പകാലത്ത് നമ്മുടെ അവിടെ ഒരു ആനക്കാരുണ്ടെങ്കിൽ ആ ആന നമ്മുടെ വീടിൻ്റെ അവിടെ എവിടെയെങ്കിലും ഭാഗത്തുണ്ടാവും. ആനക്കാരൻ്റെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ആനയെ നിർത്തുക. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മുടെ ഏൽപ്പിച്ച് തന്ന മുതലാളിമാർ വല്ല കാലത്തും ഒന്ന് ജസ്റ്റ് അകലെ നിന്നിട്ട് ഒന്ന് നോക്കിയോ അല്ലെങ്കിൽ ഇത്തിരി എന്തെങ്കിലും പഴം കൊടുത്തിട്ട് അവരവരെ കാര്യം നോക്കി പോവാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമുക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല. നമ്മൾ ഫുള്ള് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ല. ഈ ക്യാമറ കണ്ണുകളുടെ കൂടെ മാത്രമാണ് നമ്മുടെ നടപ്പ്. ഇനി അന്ന് ആനേരെ അടുത്ത് സമാധാനം സ്വൈര്യമായിട്ട് നമ്മൾ യന്ത്ര മനുഷ്യന്മാരൊന്നും അല്ലല്ലോ. അത്യാവശ്യം നമ്മൾ മനുഷ്യന്മാരാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2 അടിക്കുന്നവരുണ്ടോ, അടിക്കുന്നതിന് 2 അടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുകാരും പറയണില്ല. 2 അടിക്കണം, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ അവിടെ സുനിച്ചാട്ടനോട് ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഷാപ്പിൽ നിന്ന് നല്ല ചെത്തുകൾ ഞങ്ങൾ കുടിക്കാറുണ്ടല്ലോ. ഞങ്ങൾ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ആനയുടെ മുകളിലേക്ക് ചെന്ന് കയറല്ലേ. ഇപ്പോഴും എനിക്ക് അടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ 2 അടിക്കും. പക്ഷേ ഞാൻ ഒരു പൂരപ്പറമ്പിലൊന്നും അധികം അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് ഞാൻ കഴിക്കാനായിട്ടുള്ളൊരു മൂഡ് തോന്നിയാൽ ഏതെങ്കിലും ഒരു കയറിയിട്ട് ഓരോ ചെറുതൊക്കെ അടിക്കുക. അതിനൊന്നും ഒരു തെറ്റുമില്ല. ഞങ്ങളും പണ്ട് കഴിച്ചിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഞാൻ കുറച്ച് 3-4 ദിവസം മല്ലി കെട്ടിയെങ്കിലും എനിക്ക് ആന ചട്ടായി. ആ ചട്ടായി ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വൈശാഖ് ഇളങ്ങുന്നപ്പോഴാന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തുണ്ട്, ഫോട്ടോഗ്രാഫറാണ്. ആൾ എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി അന്ന് എടുത്ത ആ കാലഘട്ടങ്ങളിലുള്ള കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. രായനാനയുടെ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ. രായനാനിക്ക് ഒരു കൂടി പോയാൽ 2-3 മാസം, 3 മാസമൊക്കെ ഉണ്ടാകുമായിരിക്കും. ഞാനവിടെ ഏത് പനിയും കയറുമായിരുന്നു. വർഷകാലത്ത് ഞാൻ പന കയറാനൊക്കെ ഏത് പനിയും കയറും. അപ്പം അങ്ങനെ അന്ന് ഞാൻ ചെല്ലേണ്ട സമയത്ത് അവിടെ എല്ലാവരും ഉണ്ട്. ചേട്ടൻ്റെ, റോബി ചേട്ടൻ്റെ, മമ്മി, പിന്നെ റോബി ചേട്ടൻ കല്യാണം കഴിച്ചേക്കണത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് ചേച്ചി. അപ്പം അവിടെ പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞില്ല, തൃക്കാക്കര അവിടെ എങ്ങാണ്ട് ഒരു ഓണത്തിൻ്റെ ഒരു പരിപാടി ഇല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തോ സുനിച്ചേട്ടനും ഞാനൊരു ഇഷ്ടക്കുറവ് പോലെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പിന്നെ ഇഷ്ടക്കുറവ് പോലെയായി. അപ്പോൾ സുനിച്ചേട്ടാ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ആനയിൽ നിന്ന് ഒഴിവായി പോകും. ഞാൻ പോന്നിട്ട് തൃശ്ശൂരെത്തിയിട്ട് 2-3 ദിവസം അറിയാലോ പഴയ നമ്മുടെ സിസ്റ്റം. 2 രൂപയ്ക്ക് പേപ്പർ മേടിക്കുക, ജില്ലാ ആസ്പത്രിയിൽ പോയി കിടക്കുക, അമ്പലത്തിലെ പടച്ചോറ് കാര്യങ്ങൾ അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു പണി വേണമല്ലോ. അപ്പം അങ്ങനെ ആ തൃശ്ശൂർ വടക്കനാഥൻ്റെ വടക്കനടയിൽ, അത് വടക്കനാഥൻ്റെ വടക്കനാഥൻ്റെ കൊക്കർണി പറമ്പിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച ആ വടക്കനാഥൻ ആ ഒരു പണി. ഞാൻ ഏത് പണിക്ക് അന്നും ഇന്നും ഏതൊരു ആന അടിക്കാൻ പോണേക്കും മുമ്പ് ഞാൻ വടക്കനാഥൻ്റെ വടക്കേ നടയിൽ പോയി നിന്നിട്ട് പറയും, ഭഗവാൻ ഒരു ആന അടിക്കാൻ പോകുന്നുണ്ട്, കാത്തോണേ. ഇന്ന് വരെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഈ ആന അഴിച്ചപ്പോഴും അങ്ങനെ തന്നെ പോയി പറഞ്ഞിട്ട് തന്നെ പോകുന്നത്. അവിടെ നിന്ന് അതിൻ്റെ ഫ്രണ്ടിലൊരു മാവുണ്ടായിരുന്നു. മാവിൻ്റെ അപ്പുറത്ത് കുറച്ച് കല്ലുകൾ കൂട്ടിയിരിക്കുന്ന പഷ്ണിത്തറ എന്ന് പറയുക. അവിടെ ഇരിക്കുന്ന സമയത്താണ് മണികണ്ഠൻ ചേട്ടൻ വരുന്നത്, വളപ്പായി മണികണ്ഠൻ ചേട്ടൻ. അപ്പോൾ മറ്റേ അന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാനയ്ക്കൊരു ഓഫറുണ്ട്, ശരണയ്യപ്പൻ ആനയ്ക്ക്. അത് അന്ന് ശരണയ്യപ്പനല്ല, അന്ന് ഗുരുജി അയ്യപ്പൻ എന്നാണ് അതിൻ്റെ പേര്. ഗുരുജി അയ്യപ്പൻ എന്നാണ് അത് ശരണയ്യപ്പനായത്. ഗുരുജി അയ്യപ്പൻ എന്നാണ് അതിൻ്റെ പേര്. എന്നോട് ചോദിച്ചു ഇങ്ങനെ അവിടെ ഒരു ആന അഴിക്കാൻ ഉണ്ട്. അപ്പം ഞാൻ ചേട്ടാ അപ്പം ഫസ്റ്റ് കൊല്ലം വാടാനപ്പള്ളി സുനിച്ചേട്ടൻ അഴിച്ചു. ഇവിടെ കൊണ്ടുവന്ന് പരിപാടിയും കാര്യങ്ങളെല്ലാം എടുത്തു. അടിപൊളിയായിട്ട് പരിപാടി എടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ശരണയ്യപ്പന മറ്റേ ഗുരുജി അയ്യപ്പൻ്റെ കേസ് പറഞ്ഞത്.
അപ്പൊ സുനിച്ചേട്ടൻ്റെ അടുത്ത് മുമ്പ് പോണേക്കാൾ മുമ്പായിട്ട് അവിടെ ആന ഒന്നും ആയി കിട്ടണ്ട. അപ്പൊ എൻ്റെ അറിവില് വേറെ ആൾക്കാർക്കും അങ്ങനെ ഇടച്ചട്ടം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ പോകുന്നതിന് ശേഷം പിന്നെ മറ്റേ ഇവനെ കൊണ്ട് ആന അഴിപ്പിച്ചു. മറ്റേ എന്നിട്ടാണ് നമ്മുടെ സാജൻ എന്ന് പറഞ്ഞ കൊല്ലംകാരൻ സാജൻ, നമ്മുടെ അമ്പാടി മാധവൻ കുട്ടിയാനിക്കൊക്കെ ഉണ്ടായിരുന്നു, പുള്ളീനെ കൊണ്ട് ആന അഴിപ്പിച്ചു ഞാൻ പോകുന്നതിന് ശേഷം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ആന നാടനാനയല്ലേ, അപ്പം ഈ തോട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ കാലുമ്മയൊക്കെ ഇരുത്തുകയാണെങ്കിലാണ് നമുക്ക് ആവുള്ളൂ. തന്നെ നാടനാനകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത. ചട്ടക്കാരൻ ചോട്ടിലെ ആനേനെ ഇരുത്തിയ ഇടച്ചട്ടക്കാരൻ മുകളിൽ കയറിയിട്ട് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കുളിപ്പിക്കാൻ കൊണ്ടുപോകണം, അവിടെ ചെന്ന് കഴിഞ്ഞ് ചട്ടക്കാരൻ കുറച്ച് ബാഗിലേക്ക് ഇറങ്ങി നിൽക്കും. തുണിച്ചാട്ടം ലേശം ബാഗിലേക്ക് ഇറങ്ങി നിന്നു. ഞാൻ മേച്ചങ്ങലയുടെ കുത്ത് തള്ളിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ആനയൊക്കെ പുഴയിലേക്ക്, മറ്റേ അവിടെ ഒരു തോടുണ്ട്, ഒരു അമ്പലത്തിന് താഴ്ത്തായിട്ടൊരു തോട്, അപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കുറേ കാലങ്ങളായില്ലേ. ആ തോട്ടിൽ കൊണ്ടുപോയി. അപ്പം ഞാൻ ഇവിടുന്ന് തോട്ടിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ചങ്ങല നീളത്തിൽ കുറച്ച് അങ്ങോട്ട് പോയാലാണ് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. അപ്പം തന്നെ ഞാൻ അവിടെ ചങ്ങലയുടെ കുത്തൊക്കെ തള്ളിയിട്ടു. ഞാൻ അങ്ങനെ ഇരുന്ന് മുകളിൽ ചെന്ന് കാലനക്കി അവിടെ ചെന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. കാലനക്കി കഴിഞ്ഞപ്പോൾ രാജൻ്റെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പം ഞാനൊരു 2 കിണ്ണ് മര്യാദയ്ക്ക് രാജനെ കൊടുത്തപ്പോൾ രാജൻ ശരി ഓക്കെ റെഡി. അങ്ങനെ കാലുമ്പോൾ ആന വെള്ളത്തിലിരുന്നു. ഇരുന്ന് ആന പിന്നെ ഞാൻ ആയിരിപ്പിരിക്കുമ്പോൾ കച്ചക്കാർ അഴിച്ചിട്ട് ആനേനെ ഇങ്ങോട്ട് കിടത്തി കച്ചക്കാരോട് വെച്ചു. ഞാൻ ആ ഭാഗം മുളം കത്തി സുനിച്ചേട്ടൻ അവിടെ കയറിയിരുന്നു. ഞാനും നിഖിലും കൂടിയിട്ട് കഴുകി ഇടത്തെ സൈഡായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഏൽസുമ പിടിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പം ആന വെള്ളത്തിലിരുന്നു. അങ്ങനെ പിന്നെ എനിക്കും കൂടി ആന ചട്ടായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ആനകൂട്ട് തിരുനക്കരയാണ് അവിടെ കണ്ടൊരു ആനകൂട്ട്, പിന്നെ വേറെ 1-2 പരിപാടി എടുത്തു. പിന്നെ എറണാകുളത്ത് 1-2 പരിപാടി എടുത്തു. അപ്പോഴത്തേക്കും സുനിച്ചേട്ടനായിട്ട് തെറ്റിയത് നേരത്തെ പറയാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോകുന്നു. അപ്പം അന്ന് കൊച്ചുമാനൊക്കെ പറഞ്ഞു എന്താ പോകാൻ കാരണം. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് പോരുമ്പോഴായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, എനിക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവ് തോന്നിയാൽ അപ്പോൾ പോരും ഞാൻ, അങ്ങനെയാ. അപ്പം അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ ഇങ്ങനെ ഞാൻ മണികണ്ഠൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം സുനിച്ചേട്ടൻ ഒരു കൊല്ലം കൊണ്ടുവന്ന് മറ്റേ അന്നാണ് ശരിക്കും ഗുരുജി അയ്യപ്പൻ, വാഴവേലി അയ്യപ്പൻ, വയ്യാവേലി അയ്യപ്പൻ എന്നുള്ള ഒരു പേരിൽ ഇവിടെ തൃശ്ശൂർ അറിയപ്പെടുന്നത്. സുനിച്ചേട്ടനാണ് ആനേനെ കൊണ്ട് തൃശ്ശൂർക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു കണ്ടംപുള്ളി സുന്ദരേട്ടനല്ല, കണ്ടംപുള്ളി സുനിയേട്ടൻ്റെ പാട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സുനിയേട്ടനാണ് തോന്നുന്നുണ്ട് ആനേനെ ഇവിടെ തൃശ്ശൂർക്ക് കൊണ്ടുവരുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അത് കഴിഞ്ഞ് ആ കൊല്ലം ഫുള്ള് അവർ പരിപാടി എടുത്ത മറ്റേ പുള്ളിയും പിന്നെ മനു എന്ന് പറഞ്ഞ കുറുക്കമ്പാറയുള്ള മനു എന്ന് പറഞ്ഞ ഇവനും കൂടിയിട്ട് കുറേ പരിപാടികൾ എടുത്തു. അത് കഴിഞ്ഞ് 2ാം കൊല്ലം അവരഴിച്ചു വന്ന് കിഴൂർ കാർത്തികയുടെ അന്ന് വന്നപ്പോൾ അവിടെ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് സുനിച്ചേട്ടൻ്റെ കാല് ഒടിയുകയും അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു, 2 കാല് ഒടിയുകയും അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മരിച്ചുപോയ പാൻബ്രാഗ് ബിനുച്ചേട്ടനും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ മറ്റേ ബൈജു, മറ്റേ ഒറ്റക്കൊമ്പനാന കയറി ഇറന്നില്ലേ, ഇപ്പം മറ്റേ ഈ ശ്രീധരനാനെ കഴിച്ചിട്ടുണ്ടല്ലേ ബൈജു, കടുക്കം ബൈജു എന്നാണ് അവനറിയപ്പെടുക ഞങ്ങളുടെ കാലത്ത്. ഇപ്പം റോക്കി ബായ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പം പുള്ളി അവർ 2 കൂടി അഴിച്ചിട്ട് ഒരു സീസൺ ഫുള്ളായിട്ട് പരിപാടി എടുത്തു. അതായത് ഈ കിഴൂർ കാർത്തിക കഴിഞ്ഞ് തെറ്റി വന്നതിന് ശേഷം നീരിന്ന് അഴിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ആന തെറ്റിയിട്ട് പിന്നെ ഇങ്ങനെ പ്രശ്നമായി, സുനിച്ചേട്ടന് വയ്യാണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരഴിക്കുന്നത്. ഇവരഴിച്ച ഒരു സീസൺ പരിപാടി എടുത്ത് അവിടെ കൊണ്ട് കെട്ടിയതിന് ശേഷം 3ാം സീസണാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം അത്ര ഗ്യാപ്പ് ഉണ്ട്. 3ാം കൊല്ലം ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം ഞാൻ അവിടെ പോണേക്ക് മുമ്പ് എൻ്റെ അടുത്ത് സുനിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു, സുനിച്ചേട്ടാ അങ്ങനെ ആന പറഞ്ഞിട്ട് കിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോയി മണികണ്ഠൻ ചേട്ടനോട് ചോദിച്ചു, വളപ്പായി മണികണ്ഠൻ ചേട്ടാ ഇത് കൂട്ടിയോ കൂടുവോ നമ്മളെ കൊണ്ടൊക്കെ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇത്ര ആനക്കൊക്കെ നിന്ന് ഇത്രയൊക്കെ കയറിയതല്ലേ, നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞു. കാശില്ലേ, അന്നാണ് പുള്ളിയെ 250 രൂപ പയ്യ വണ്ടി കാശ് തന്നു, ഭക്ഷണം കഴിക്കാൻ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട്. അന്നെങ്ങാണ്ട് 65 രൂപ 64 രൂപ എത്രയും കണ്ട് ഉള്ളു തോന്നുന്നുണ്ട് തിരുവനന്തപുരം വരെ. അപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ പോയി കയറി, പൈസ തന്നു, കയറി ഇവിടുന്ന് അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് മണികണ്ഠേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് ഗുരുജി പ്രശാന്തേട്ടൻ്റെ വീട് അങ്ങനെ ചോദിച്ചു വേണം പോകാൻ. അപ്പം അവിടെ ചെന്നു. അവിടെ അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ അവിടെ അകത്തേക്ക് അവിടെ പിന്നെ ഗേറ്റ് അടച്ചിട്ടേക്കുക. അപ്പം അവിടെ ബിജു എന്നാണോ ബൈജു എന്നാണോ ഒരു ചേട്ടൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആ ചേട്ടനാണ്. അപ്പം തൃശ്ശൂരിൽ നിന്ന് വന്നതാ. അപ്പം മണികണ്ഠൻ പറഞ്ഞു വിട്ടതാണോ എന്ന് ചോദിച്ചു. അതെ, മണികണ്ഠൻ ചേട്ടൻ പണ്ട് വന്നതാണ്. ശരി വരാൻ പറഞ്ഞ് കയറി ചെന്നു.
കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല ഇടയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടാ പോവാന്ന് പറഞ്ഞു. അവിടെ പിന്നെ കുറേ ആനകളല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിത്യനാന, പിന്നെ പ്രഭു ആന, പിന്നെ അനന്തനാന, നമ്മുടെ ഇപ്പോൾ ഊട്ടുള്ളിയിലെ അനന്തനാന, പിന്നെ ഒരു വേറെ ഏത് ആനയായിരുന്നു ഓർമ്മയില്ല. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നു കുറേയൊക്കെ. എനിക്ക് ആ ഓർമ്മയുടെ പ്രശ്നം വന്നപ്പോൾ അതൊക്കെ മറന്നു ഞാൻ. അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അയ്യപ്പനാന അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാണിച്ചു തന്നു, കണ്ടു നിൽക്കുന്നുണ്ട്, മണ്ണൊക്കെ വാരിയിട്ട് പർവ്വതം പോലത്തെ ഒരു സാധനം. അപ്പോൾ ഒരു തെങ്ങിൻ്റെ കുറ്റിയുമാണ് പുള്ളീനെ കെട്ടിയേക്കണേ. കെട്ടിയിട്ട് നേരെ വേറൊരു തെങ്ങിൻ്റെ ഒരു കുറ്റിയുമ്മയ്ക്ക്, ഒരു തെങ്ങുമ്മയ്ക്ക് വാറാക്കിയിട്ടുണ്ട്. നടക്കിടയുണ്ട്, വാറങ്ങലുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു മണി സമയത്തൊക്കെ എത്തി. അപ്പം എല്ലാവരും തീറ്റ ഓടാൻ പോയേക്കുക. ആനകളൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ട്. തീറ്റ വെട്ടല്ല, അവിടെ ഈ തെങ്ങ് മുറിച്ച് കേട്ട് വിളിച്ചു പറയും. അപ്പോൾ അവിടെ ഒരു 407 ഉണ്ട്. ആ 407 ഒരു ചെക്കനെ ഓടിച്ചിരുന്നു. അവൻ്റെ പേര് ഞാൻ മറന്നു. അയ്യോ, എന്തൊരു മറന്നു അവൻ്റെ പേര്. അടുത്തൊരു വീഡിയോയിൽ ഓർക്കുമ്പോൾ പറയാം. തുരുമ്പൻ അവനങ്ങനെ വിളിക്കും, തുരുമ്പൻ എന്ന്. അവിടെ അങ്ങനെ കുറച്ച് ആനക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കല്ലമ്പല ശശിചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ 2-3 ചേട്ടന്മാരും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മറന്നു അവരുടെ പേരൊക്കെ. അത് ഇങ്ങനെ അങ്ങനെ ആനകളിങ്ങനെ നിൽക്കല്ലേ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എല്ലാം 407 അവിടെ നിന്ന് വരുന്നുണ്ട്. ഞാൻ അങ്ങനെ വരുന്നുണ്ട് നോക്കി. അന്നിങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ കണക്ഷൻ ഇല്ലല്ലോ. അവിടെ എത്തുമ്പോഴല്ലേ അറിയണേ. ഇന്ന് ഫോൺ എവിടെയാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചത്. അന്ന് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഉള്ള ഫോണൊന്നും ആർക്കും ഇല്ല. ഞാൻ അവിടെ എത്തി കഴിയുമ്പോൾ ഒരു ലോഡ് തീറ്റ വരുന്നുണ്ട് തെങ്ങുമട്ടയായിട്ട്. ജോക്കർ ജനീഷ്, കായംകുളം ശരത്ത്, പിന്നെ വേറെ 2-3-4 പിള്ളേർ ഇങ്ങനെ വരികയാണ്. കായംകുളം ശരത്തൊക്കെ ഇപ്പം ടെററായി. അന്നൊക്കെ ചെറിയ ചെക്കനാ. ഞാനും പ്രായം കുറവാണ്, അവനൊക്കെ ഉണ്ട്. ജോക്കർ ജനീഷ്, അവൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മളത്രയും സഹായിച്ചൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് അവിടെ ചെന്നു. പിന്നെ ഞാനും അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തു. എല്ലാവരും ഭയങ്കര കമ്പനി. അവിടെ താഴത്തൊരു പുഴ, അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോയ ഒരു റബ്ബറിൻ്റെ ഒരു തോട്ടമുണ്ട്. തോട്ടത്തിൻ്റെ അപ്പുറത്ത് പോയി ചൂണ്ടയിടാൻ കാര്യങ്ങൾ, പിന്നെ എല്ലാം ഫുൾ സെറ്റ്. രാവിലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ അവിടെ ആൾക്കാരുണ്ട്. ഒരു ചെമ്പ് നിറച്ച് ചോറും, പിന്നെ ചിക്കനാണെങ്കിൽ ചിക്കൻ, ബീഫെങ്കിൽ ബീഫ്, സാധനങ്ങൾ എന്തൊക്കെയായാലും ഒരു ചെമ്പ് നിറച്ച് കറിയാണ്. ചോറും കറിയൊക്കെ ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. 2-3-4 പ്രാവശ്യമൊക്കെ എടുത്ത് കഴിക്കാൻ, കിടക്കാനുള്ള ചെറിയ സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചെന്നൊരു 10-25 ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം ഞങ്ങൾ അനന്തനാനയെ കൊണ്ട് തീറ്റോട്ടാൻ പോവാം. ഞങ്ങൾ രാവിലെ തീറ്റ അനന്തനാനയെ കൊണ്ട് പോവും. അവിടെ ചെന്നിട്ട് ഒരു 2-3-4 അത്യാവശ്യം ഒരു 10-50-55 മടൽ 60 മടൽ കെട്ടി വെച്ചാലും അനന്തൻ അത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഊട്ടുള്ളി അനന്തനാന ഇങ്ങനെ താങ്ങി കൊണ്ടുവരും. ഇനി 100 മടൽ ഓല വെച്ചാലും ആൾ താങ്ങും. ആൾക്ക് അതിനൊന്നും ഒരു വിഷയമില്ല. എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കുകയും ചെയ്യും. പുറത്തൊരാൾ മാത്രം ഉണ്ടായാൽ മതി. പുറത്തൊരാൾ കയറി ഇരുന്നാൽ ഒറ്റ താങ്ങ് തീറ്റയായിട്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കും. പക്ഷേ ഈ നടക്കണതിൻ്റെ ഇടയിൽ ഓരോന്ന് ഊരിയിട്ട് ആൾ മടക്കിയിട്ട് തിന്നുകൊണ്ടിരിക്കും. ഇത് ഭയങ്കര തീറ്റ പ്രിയനാ. അങ്ങനെ ഞങ്ങൾ തീറ്റ ഇടണ സമയത്ത് ഫോണുണ്ടല്ലോ, ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വായോ, അവിടെ ആനയുടെ അടുത്തേക്ക് വായോ എന്ന് പറഞ്ഞു. ചേട്ടാ എന്തേട്ടാ വന്നിട്ട് പറയാം വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്നു കഴിഞ്ഞിട്ട് ഒരു പറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ട് നമ്മുടെ കുട്ടാൻ ചങ്ങലയൊക്കെ പറിച്ചു, ഫ്രണ്ടിലെ വാറങ്ങനെയൊക്കെ പൊട്ടിച്ചു. ആളെല്ലാ കൊല്ലം പൊട്ടിക്കും. ഇത്ര നമുക്ക് ഇതൊന്നും അറിയില്ല. വാറങ്ങനെ പൊട്ടിച്ചു. അപ്പം എനിക്ക് വേറെ കൂടെ ഒരു ചെക്കനുണ്ട്. ആരാന്ന് ഞാൻ ഓർക്കണില്ല. ചെക്കനുണ്ട്.